അരയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ടവർക്കായി പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിക്കുന്ന 10 ദിവസത്തെ സാന്ത്വനം സഹവാസ ക്യാമ്പ് ഫെബ്രുവരി 5 മുതൽ 14 വരെ നടക്കും. ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭിന്നശേഷിക്കാർക്കും അരയ്ക്ക് താഴെ തളർന്നവർക്കും പുതിയ ജീവിതപാത ഒരുക്കുന്നതിന് നഗരസഭ ആരംഭിച്ച സവിശേഷമായ പദ്ധതിയാണ് സാന്ത്വനം സഹവാസ ക്യാമ്പ്. 2013 മുതൽ നഗരസഭ നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് അരയ്ക്ക് താഴെ തളർന്നവർക്കായി നടത്തുന്ന ഈ ക്യാമ്പ്. ഈ വർഷത്തെ സാന്ത്വനം സഹവാസ ക്യാമ്പ് കാനിരക്കുന്ന് കോളനിയിലെ സൈമൺ ബ്രിട്ടോ നഗറിൽ ഫെബ്രുവരി 5 മുതൽ 14 വരെ നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ പറഞ്ഞു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നടത്തി വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി നടത്തി വരുന്നതാണ് സാന്ത്വനം ക്യാമ്പ്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഒരുവിധം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. സഹവാസ ക്യാമ്പുണ്ട്, തൊഴിൽ പരിശീലനമുണ്ട്, കലാപരിപാടികളുണ്ട്, പിന്നെ യോഗ ക്ലാസ്സുകളുണ്ട്, മെഡിക്കൽ ക്യാമ്പുണ്ട്, തൊഴിൽ മേളയുണ്ട്. അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 120 പേർ ക്യാമ്പിൽ താമസിക്കുകയും 300ഓളം പേർ ദിവസവും വന്നു പോവുകയും ചെയ്യുന്ന രീതിയിലാണ് ക്യാമ്പ് ഒരുക്കുന്നത്. തൊഴിൽ പരിശീലനം, കലാപരിപാടികൾ, വിപണനമേള, യോഗ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പ്, തൊഴിൽ മേള, സംവാദങ്ങൾ, കുടുംബസംഗമം തുടങ്ങിയ വിവിധ പരിപാടികൾ ക്യാമ്പിൽ നടക്കും. സാന്ത്വനം സഹവാസ ക്യാമ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷൻ നാലകത്ത് ബഷീർ എന്നിവർ വിവരിച്ചു. ഹോസ്പിറ്റലുകളിൽ നല്ല വിദഗ്ധന്മാരുടെ ചികിത്സ നടത്തുക, അതുപോലെ ഈ ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ പരിപാലിക്കുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, അവർക്ക് അവരുടെ ഉപദേശങ്ങളും അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നടപ്പിലാക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കപ്പെടേണ്ട ആളുകളെ ഒരു എന്റർടൈൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ഉത്സവ പ്രതീതിയോട് കൂടി ഇത് നമ്മൾ നടത്തിക്കൊണ്ടു പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് നമ്മൾ വൈകുന്നേരങ്ങളിൽ നടത്തും. ഉച്ചയ്ക്ക് ശേഷം അവർക്ക് കൈത്തൊഴിലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ നടത്തും. അവരെ പല രീതിയിൽ കൈത്തൊഴിൽ പഠിപ്പിച്ച ആളുകൾ ഇപ്പോൾ അതുകൊണ്ട് കൈത്തൊഴിൽ നടത്തിക്കൊണ്ട് വലിയ മാർഗമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഉപജീവന മാർഗമായി മാറ്റുക നിരവധി ആളുകളുണ്ട്. അപ്പൊ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം. അതിലാണ് കാരണം ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു ചിന്തയിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. അതിനൊരു അറിവ് വരുത്തുക, ഒരു 10 ദിവസം എല്ലാം മറന്ന് ഉല്ലസിച്ച് സന്തോഷത്തോടെ അവർ ജീവിക്കുക. അതിന് എന്തൊക്കെയാണ് കുറവുകൾ, ആ കുറവുകളൊക്കെ നികത്തി കൊടുക്കുക, അവരുടെ കഴിവുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്കൊക്കെ അവരുടേതായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ജീവിക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള രീതിയിലേക്ക് അവരെ ബോധ്യപ്പെടുത്തുക. ഇതൊക്കെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവരുടെ കുറവുകളൊക്കെ ഞങ്ങൾ ഏതെല്ലാം രീതിയിൽ, താമസമാണെങ്കിലും ശരി, ഭക്ഷണമാണെങ്കിലും ശരി, അവരുടെ മെഡിക്കൽ ആണെങ്കിലും ശരി, ഇതെല്ലാം പൂർണ്ണമായി നമ്മൾ ഈ മുനിസിപ്പാലിറ്റി തന്നെ അങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു കൂട്ടായ്മയിലൂടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷരായ ഖദീജ തോട്ടശ്ശേരി, ദിനേശ് കണക്കഞ്ചേരി, സാമൂഹ്യ പ്രവർത്തകൻ കുറ്റീരി മാനുപ്പ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.